ഈ തൃശ്ശൂർ പ്രസ് ക്ലബ് എന്ന് പറയുമ്പോൾ 2005-6 മുതൽ നമ്മളൊക്കെ ആരാധിക്കുന്ന എം.എൻ. വിജയൻ മാസ്റ്ററുടെ മരണം ഇവിടെ വെച്ചായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങളൊക്കെ പാലക്കാട് കണ്ട് ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്ത ഒരു വിഷ്വൽ ഈ വേദിയിൽ നിന്നായിരുന്നു. എന്തായാലും മാഷയുടെ ഓർമ്മ എന്നും ഉണ്ടാവും. ഞങ്ങൾ ആരംഭിക്കുക. നവരംഗ എന്ന കുട്ടികളുടെ നാടക പ്രസ്ഥാനം പാലക്കാട് തുടങ്ങിയിട്ട് 25-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ നിരന്തരം പാലക്കാട് നാടക പ്രവർത്തനത്തിന്റെ മേഖലയിൽ മാത്രമാണ് നവരംഗ് നാടകത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പണ്ട് ഞങ്ങളൊക്കെ നാടകം പഠിക്കുമ്പോൾ ശങ്കരപ്പിള്ള സാറ് പറയാറുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വേദി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവണം. അതിന്റെ ഒരു മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ തൃശ്ശൂർ രംഗജേവനാണ് അറിയാലോ. സ്കൂൾ ഓഫ് ഡ്രാമ ഇവിടെയാണ് ശങ്കരപ്പിള്ള സാറ് സ്ഥാപിച്ചൊരു സ്ഥാപനമാണ്. ഞങ്ങളുടെ നാടക പഠനം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാടകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ വയലാർ വാസുദേവപിള്ള പറയാറുണ്ട്, ഒരു പഠനം കഴിഞ്ഞ് അതിന്റെ ജോലി തിരക്കല്ലാതെ ഒരു പ്രസ്ഥാനം തുടങ്ങണം എന്നുള്ള ആ വയലാർ സാറുടെ ആ വാക്ക് മുൻനിർത്തിക്കൊണ്ടാണ് 2003 പാലക്കാട് ഞങ്ങൾ നവരംഗ് എന്നൊരു സ്ഥാപനം കെട്ടിപ്പടുത്തത്. നിരന്തരമായി കോവിഡ് കാലത്ത് പോലും കുട്ടികളുടെ വേനൽക്കാല അവധി ക്യാമ്പ് നടത്താറുണ്ട്. ആ അവധിക്കാലങ്ങളിൽ നിന്നുണ്ടാകുന്ന ക്യാമ്പിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്ഷൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു 2006 ഒരു ക്യാമ്പ് പ്രൊഡക്ഷനിലാണ് ഇന്ന് ഈ പ്രസ് ക്ലബിന്റെ ഭരണകർത്താക്കൾ ഇരിക്കുന്ന M.V. ബാബുവിന്റെ മോനൊക്കെ ഉണ്ടായിരുന്നു. പാലക്കാടിലെ എല്ലാ പത്രപ്രവർത്തകരുടെ മക്കളും ദീനാമ്പുണ്ടായാലും നോബിൾ ജോസ് എല്ലാവരുടെ കുട്ടികളും നഗരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോ ഞങ്ങൾക്കൊരു ആഹ്ലാദപരമായ കാര്യം എന്താണെന്ന് വെച്ചാല് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രശസ്തൻ നവരംഗിന് വേണ്ടി ഒരു നാടകം നിർമ്മിക്കാൻ സന്നദ്ധനായി വന്നിരുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു ആഹ്ലാദപരമായ കാര്യമാണ്. എല്ലാവർക്കും അറിയാം, ഗോപാലൻ സാറാണ്. ഈ നാടകത്തിന്റെ പ്രത്യേകതയും നാടകം എന്താണെന്നുള്ളതൊക്കെ സംവിധായകൻ സംസാരിക്കും. കുട്ടികളുടെ ഭാവിയിൽ തിയേറ്ററിന്റെ പങ്ക്, അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ തിയേറ്ററിന്റെ പങ്ക് എന്നുള്ള ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ട് മാത്രമാണ് നവരംഗ് മുന്നോട്ട് വന്നത്. 25 വർഷമായിട്ട് ഒരു സംഘടന നിലനിൽക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പാലക്കാടിലെ എല്ലാ പത്രക്കാരും ഈ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളിവിടെ എത്താൻ തന്നെ കാരണം എല്ലാ പത്രക്കാരുടെയും അകമഴിഞ്ഞ സ്നേഹവും വാത്സല്യവും മാത്രമായിരുന്നു. ഞങ്ങൾ ഈ തൃശ്ശൂരിലെ റീജിയണൽ തിയേറ്ററിൽ 2 ദിവസക്കാലം ഞങ്ങളുടെ നാടകം അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മറ്റ് കാര്യങ്ങളെ കുറിച്ച്, നാടകത്തിന്റെ അവതരണം, സംവിധാനം എന്നിവയെ കുറിച്ച് സംവിധായകൻ വിഷ്ണു പ്രസാദ് സംസാരിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2003 നവരംഗ് ആദ്യമായി ഒരു കുട്ടികളുടെ നാടകക്കളരി ആരംഭിക്കുന്നത്. അന്ന് അതിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു വിഷ്ണു പ്രസാദ്. പിന്നെ ഈ നാടക പഠനവുമായി തുടർന്നു പോയി സ്കൂൾ ഓഫ് ഡ്രാമ NSD പഠിച്ചു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫിക്ഷൻ നാടകം, അതും വൻ പ്രൊജക്റ്റാണ് ഈ നാടകം. അതിൽ തയ്യാറായി വന്ന ഗോപാലൻ സാറ് നല്ല സപ്പോർട്ട് ചെയ്തു. അപ്പൊ മറ്റു ആ മേഖലകളെ കുറിച്ചൊക്കെ വിഷ്ണു പ്രസാദ് സംസാരിക്കും. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം കഴിഞ്ഞു. ഞാൻ കണ്ണൻ പാലക്കാടാണ്. ഇവിടെ തൃശ്ശൂർ രംഗവേദനയിൽ നിന്നാണ് ഞാൻ നാടകം പഠിച്ച് 3 വർഷക്കാലം നാടക പഠനം പൂർത്തിയാക്കി. 45 വർഷമായി നാടകരംഗത്ത് പ്രവർത്തിക്കുകയാണ്. നവരംഗിന്റെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ പേര് വിഷ്ണു പ്രസാദ്.
ദ കിഡ് ഹു കെയിം ഫ്രം സ്പേസ് എന്ന നാടകത്തിന്റെ ഡയറക്ടറാണ്. നവരങ്കിലൂടെ കുട്ടികളുടെ നാടക കളരികളിലൂടെ വന്ന ഒരാളാണ് ഞാൻ. ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ആക്ടിങ് പഠിച്ച് ഇറങ്ങിയ ആളാണ്. കുട്ടികൾ കുട്ടിക്കാലം മുതൽക്ക് നാടകം ചെയ്തും ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഡയറക്ഷൻ ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് ശ്രീരാജ്. ഞാൻ ദ കിഡ് ഹു കെയിം ഫ്രം സ്പേസ് എന്ന നാടകത്തിലെ മാർക്കറ്റിംഗ് എല്ലാം ഹെൽപ്പും ചെയ്യുന്നതാണ് എൻ്റെ ഡ്യൂട്ടി. ആ നമസ്കാരം, എൻ്റെ പേര് ദിവ്യ. ദ കിഡ് ഹു കെയിം ഫ്രം സ്പേസ് എന്ന നാടകത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. ഈ നാടകം ആരംഭിക്കുന്ന, അതായത് ചെറിയ പ്രൊഡക്ഷനായിട്ട് ആരംഭിച്ച് അത് ഇത്രയും വലിയൊരു പ്രൊഡ്യൂസറിന്റെ അടുത്തേക്ക് എത്തിയതും നമ്മളിപ്പോൾ ഇത്രയും വലിയൊരു പ്രൊഡക്ഷനിലേക്ക് എത്തി നിൽക്കുന്നതും നമ്മുടെ ഒരു കൂട്ടായ ഫലം കൊണ്ടാണ്. അപ്പോൾ നാടകത്തിനെ കുറിച്ച് വിഷ്ണുപ്രസാദ് സംസാരിക്കും. ഈ ഏലിയൻസ് എന്നുള്ള സബ്ജക്ട് എങ്ങനെയാണെന്ന് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ടോ? ആക്ച്വലി ദ കിഡ് ഹു കെയിം ഫ്രം സ്പേസ് എന്ന് പറയുന്ന ഒരു നോവലാണ്. റോസ് ബെൽഫോർഡ് എന്ന് പറയുന്നൊരു ബാലസാഹിത്യ എഴുത്തുകാരൻ, എനിക്ക് തോന്നുന്നു കുറച്ച് അടുത്തായിട്ടാണ് ആ റോസ് ബെൽഫോർഡ് എന്നുള്ള പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അവരുടെ 2020 ഇറങ്ങിയ ഒരു പുസ്തകമാണത്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് ആ സ്റ്റോറിയോട് ഉണ്ടായ ഒരു ഇഷ്ടം, ആ ക്യാരക്ടറോട് ഇഷ്ടം. പക്ഷെ ഇത് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ ഒരു ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അതിനൊരു ചാലഞ്ച് ആയിട്ട് തന്നെ എടുത്ത് കുട്ടികൾക്ക് ഇഷ്ടമാവും, അതിലൊരു സ്നേഹത്തിന്റെ ഒരു കഥ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിന്റെ സ്റ്റേജിലേക്ക്. ഇംഗ്ലീഷ് എനിക്കൊരു UK ബേസ്ഡ് ആയിട്ടുള്ള റൈറ്ററാണ്. അപ്പോ അതിന്റെ സ്റ്റേജിലേക്ക് ഈ ഒരു സയൻസ് ഫിക്ഷൻ എന്ന ഒരു കോൺസെപ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ട്, അതായത് കൺവിൻസിംഗ്ലി സ്റ്റേജിലേക്ക് കൊണ്ടുവരാനും. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വലിയൊരു സയൻസ് ഫിക്ഷൻ അഡ്വെഞ്ചർ എന്ന് പറയുന്ന പോലെ ഒരു നാടകം സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ചാലഞ്ച് നമ്മൾ എടുത്തിട്ട് കുട്ടികൾക്ക് വെറും ഒരു എന്റർടൈൻമെന്റ് എന്ന് മാത്രമല്ലാതെ അതിലൂടെ സയന്റിഫിക് ടെമ്പറമെന്റ് അല്ലെങ്കിൽ സയന്റിഫിക് തിങ്കിങ് അതിനൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടും അതിൻ്റെ ഒപ്പം എന്റർടൈൻമെന്റും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആണത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ റീൽസും സിനിമയും ടിവിയും കണ്ടിരിക്കുന്ന കുട്ടികളെ നാടകം എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാനും നാടകം ഈ റീൽസ് പോലെ തന്നെ ആസ്വദിക്കാനും, അല്ലെങ്കിൽ അതിനേക്കാളും ഒരു സിനിമ കാണുന്നതിനേക്കാളും അവരുടെ മുന്നിൽ ഉള്ള ആക്ടേഴ്സിനെ കണ്ട് ലൈവായി ആസ്വദിക്കാൻ പറ്റും എന്ന് അവരെ ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഈ നാടകം. ബ്രഹ്മാണ്ടം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ സാധാരണ നാടകത്തിനേക്കാളും കുറച്ച് വലിയ ക്യാൻവാസ് ആണ് ഇതിൽ കൂടുതലും. എന്താ പറയാ, നമ്മൾ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് എർത്തും വേറൊരു ഏലിയൻ പ്ലാനറ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സെറ്റും പ്രോപ്പർട്ടിയാണ് ഉള്ളത്. അതായത് ഇതിന്റെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, സെറ്റ് എന്ന് പറയാൻ വലിയൊരു, നമ്മൾ കൂടുതലും സ്ക്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഫിസിക്കലി ഒരു ഏലിയൻ പ്ലാനറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾക്ക് ഇക്കണോമിക്കലിയും പക്ഷെ അതിന്റെ ഒരു എഫക്റ്റീവായിട്ടും നമ്മുടെ സ്റ്റോറി പറയാനും, പക്ഷെ ഒട്ടും കുറയ്ക്കാതെ, അതിന്റെ സ്കെയില് കുറയ്ക്കാതെ കുട്ടികൾക്ക് ഒരു പുതിയൊരു ലോകത്തേക്ക് 1 മണിക്കൂർ 1.25 മണിക്കൂർ ആ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ആണുള്ളത്. ഉണ്ടാവും. ഇല്ല, അങ്ങനെയില്ല. അതായത് ഇത് കൂടുതലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ അഭിനയത്തിലാണ്.
ബാക്കിയെല്ലാം ഈ കുട്ടികളുടെ അഭിനയത്തെ സപ്പോർട്ട് ചെയ്യാനും അവർക്കൊരു ഒരു ആംബിയൻസ് ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് എലമെന്റ്സ് ആണ് എല്ലാ സെറ്റും പ്രോപ്പർട്ടിയും കോസ്റ്റ്യൂം എല്ലാം. അപ്പൊ ഇതൊരു മൊത്തത്തിലുള്ള ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും കൾമിനേഷനിലായിരിക്കും നമ്മൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. അപ്പോൾ കൂടുതലും കുട്ടികളുടെ അവരുടെ കഴിവുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു ഡിസൈനാണ്. അതുകൊണ്ടാണ് ഒരുപാട് സെറ്റും പ്രോപ്പർട്ടിയും ഒന്നും ഇല്ലാതെ നിറയ്ക്കാതെ വീഡിയോയിൽ മാത്രം ചെയ്ത് കൂടുതലും ഈ സ്റ്റോറി കൊണ്ടുപോകുന്നത് കുട്ടികളാണ്, ആക്ടേഴ്സ് ആണ്. 1.25 മണിക്കൂർ 30 അല്ല. ഇതില് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുള്ളത്, ഇതില് മലയാളം, തമിഴ്, ഇംഗ്ലീഷ് ഭാഷകളെ ആൾക്കാർ സംസാരിക്കും. പിന്നെ ഇതിലൊന്നുള്ളത്, ഇതില് 10 കുട്ടികൾ ഈരോട് എന്നുള്ള കുട്ടികളാണ്. ഈരോട് നാടക കൊട്ടകൈ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ 10 ആക്ടേഴ്സ് നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് വരണമെന്ന് അവരുടെ ആഗ്രഹം മരിച്ച് അവര് കഴിഞ്ഞ വർഷം നമ്മുടെ അവിടെ പാലക്കാട് നവരംഗിന്റെ കുട്ടികളുടെ നാടക കളരിയിൽ വന്ന് പങ്കെടുത്തപ്പോൾ ആ കളരിയിൽ നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കിയ ഒരു നാടകമായിരുന്നു. അപ്പോൾ അതില് ഭാഗമായതുകൊണ്ട് നമ്മൾ ഈ നാടകം മുന്നോട്ട് കുറച്ചുകൂടെ വലുതായപ്പോൾ ഇതില് ഭാഗമാവണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അതിലുണ്ട്. അപ്പൊ ഇതില് ഈ നാടകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൂടുതലും ഇപ്പോൾ ഈ സ്റ്റോറി ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഏലിയൻസ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും അമേരിക്കയിലായിരിക്കും എപ്പോഴും ഇറങ്ങാം. പക്ഷെ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് ഏലിയൻ കേരളത്തിൽ ഇറങ്ങിക്കൂടാ. അപ്പോ നമ്മുടെ കേരളത്തിൽ ഒരു ഏലിയൻ വന്നിട്ട് ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി ആ കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിലുള്ള ബുദ്ധിമുട്ടുകളും അതിനെ സഹായിക്കാൻ വരുന്ന വേറൊരു ഏലിയൻ കുട്ടിയും നമ്മുടെ അവിടുത്തെ കുട്ടികളും തമ്മിലുള്ള ഒരു സാഹസിക യാത്രയാണ് ഈ നാടകം. അപ്പോ ആ ഒരു ഇമാജിനറി വില്ലേജ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അവിടെ തമിഴും മലയാളവും സീംലെസ്ലി സംസാരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ ആവശ്യമില്ലാത്ത ഒരു വില്ലേജ് ആണ്. അങ്ങനെയാണ്. അപ്പൊ ഇതില് നിങ്ങൾ നാടകം കാണുമ്പോൾ മനസ്സിലാവും, ഇതിൽ ഇരട്ട കുട്ടികളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾസ് ഉള്ളത്. ഇരട്ട കുട്ടികളാണ്, അതായത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. അതിൽ ഒരു പെൺകുട്ടി മലയാളം സംസാരിക്കും, ആൺകുട്ടി തമിഴാണ് സംസാരിക്കുക. അപ്പൊ അത് മിസ്റ്റേക്കൻലി ആയെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇരട്ട കുട്ടികൾ 2 ഭാഷ സംസാരിക്കുന്നത് അതിലൊരു രാഷ്ട്രീയം പറയാൻ ഞാൻ ആഗ്രഹിച്ചു. അതായത് തമിഴ്നാടും കേരളവും ഒരമ്മയുടെ മക്കളാണ്. അതിലൂടെ ഒരു സൗഹാർദ്ദം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സ്നേഹത്തിന്റെ ഒരു ബോണ്ട് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇതിലൊരു ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ. ഞാൻ നേരത്തെ ചോദിച്ചത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ ശരിയാണ്. കുട്ടികളിലേക്ക് ഇത് ചെയ്തു ആയിക്കോട്ടെ, കുട്ടികളിലേക്ക് ഇതിങ്ങനെ ചെയ്തുകൊടുത്ത് ഐഡിയോളജിക്കലി ഇത് ആക്ച്വലി ഒരു അൺറിയലിസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല. റിയലിസ്റ്റിക് ആയിട്ടുള്ള സയന്റിഫിക് കോൺസെപ്റ്റുകളിൽ ഉണ്ടായിട്ടുള്ള ഫിക്ഷൻ ആണ്. ഈ ഇപ്പൊ പറയുന്ന ഏലിയൻ വേൾഡ് എന്ന് പറയുന്നത് ഭൂമിക്ക് വെളിയിൽ ഒരു ലൈഫ് സാധ്യമാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ശാസ്ത്രം തേടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൽ ലൈഫ് ഉണ്ടാവാം എന്നും കുറച്ച് ഹൈപ്പോത്തസിസുകളും തിയറീസും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭൂമിയെ പോലെ തന്നെ ജീവൻ ഉണ്ടായി മനുഷ്യനെ പോലെയുള്ള ഓർഗാനിസത്തിലേക്ക് എത്തിയ ഒരു ഗ്രഹമാണ് നമ്മുടെ ഏലിയൻ വേൾഡ് ആയിട്ട് കാണിക്കുന്നത്. അവിടെ മനുഷ്യരെ പോലെ തന്നെ, അതായത് ഇതിനെ വേണമെങ്കിൽ വേറൊരു ഭൂമിയായിട്ട് കാണാം. അവര് ഏലിയൻ ഭാഷ ഉപയോഗിക്കും. പക്ഷെ അവർക്ക് വേറെ ഭാഷ പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള കഴിവുള്ളത് കൊണ്ട് മലയാളം സംസാരിക്കും. സബ് ടൈറ്റിൽ ഇല്ല. അതായത് കൂടുതലും, അതായത് ഇതിനൊരു ലാംഗ്വേജിന്റെ കൂടുതൽ നമ്മള് ലാംഗ്വേജ് കൊണ്ട് ഈ നാടകത്തിനെ എത്തിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് എല്ലാവർക്കും
വിഷ്വലി മനസ്സിലാവുന്നതായിരിക്കും. തമിഴ് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ലോഞ്ച് ഷോ ആയിട്ട് 2 ഷോ ആണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഗോപാലൻ സാറുടെ ആഗ്രഹം സ്കൂളുകളിൽ പോയി കുട്ടികൾക്ക് ഇത് അവതരിപ്പിക്കണം എന്നാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾ ഓഡിയൻസ് ആയിട്ട് ആവശ്യപ്പെടുന്ന എവിടെ പോയിട്ട് നമ്മൾ കളിക്കുന്നതാണ്. ടൈമിംഗ് പറഞ്ഞാൽ 27-28 മണി വൈകിട്ട് 7 മണിക്ക്. ഓക്കെ, ഇതില് മെസ്സേജ് ഉള്ളത് ഒന്ന് സൗഹാർദ്ദം, സ്നേഹം എന്നുള്ള ഒരു സംഭവമാണ് മെയിൻ ആയിട്ടുള്ളത്, സാഹോദര്യം. അപ്പോ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മള് മനുഷ്യരെങ്ങനെയാണ് എന്താണെന്ന് ഒരു ഏലിയൻസിന്റെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുക. അപ്പോ നമ്മൾക്ക് ഇടയിൽ കുറെ അതിർവരമ്പുകളുണ്ട്. ഭാഷയുടെ, സ്പേസിന്റെ, ജോഗ്രഫിക്കലി, കൾച്ചറലി ഇതെല്ലാം അതിർവരമ്പുകളുണ്ട്. നമ്മൾ സ്നേഹം കാണിക്കാൻ ഇതൊക്കെ ഒരു ഫാക്ടറായിട്ട് എടുക്കാറുണ്ട്. അപ്പോ ഒരു ഏലിയൻ വരികയാണെങ്കിൽ നമ്മളും ഏലിയനും തമ്മിൽ കോമൺ ഗ്രൗണ്ട് ആയിട്ട് ഒന്നുമില്ല. അവര് നമ്മുടെ സ്പീഷീസേ അല്ല, ഭൂമിയേ അല്ല. അപ്പോ ഒരു ഏലിയന് ഈ നാടകം കാണാൻ മനസ്സിലാവും. ഈ ഏലിയന് നമ്മുടെ കുട്ടികളോട്, ഒരു ഏലിയൻ കുട്ടിയാണ്, ആ കുട്ടി നമ്മുടെ ഭൂമിയിലുള്ള കുട്ടികളുമായി സൗഹൃദത്തിലാവുകയും ഭൂമിയിലുള്ള കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി സ്വയം സാക്രിഫൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഇതിർത്തമാണുള്ളത്. അപ്പോ ഒരു ഏലിയന് ഒരു കോമൺ ഗ്രൗണ്ടും ഇല്ലാത്ത മനുഷ്യരോട് സ്നേഹം കാണിക്കാമെങ്കിൽ, സ്നേഹം തോന്നാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കോമൺ ഗ്രൗണ്ട്സിലുള്ള നമുക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം കുട്ടികളിലേക്ക് അവരേക്ക് കൊടുക്കാനും ആ ഒരു ലെയറും ഈ നാടകത്തിലുണ്ട്. ഈ ലോഞ്ചിങ്ങിന് ശേഷം വല്ല ക്ലബുകളോ അല്ലെങ്കിൽ കുട്ടികൾ ഒരു പരിപാടിയിൽ നിങ്ങളെ നാടകം അവതരിപ്പിക്കാൻ നിങ്ങളെ പൈസ ഈടാക്കിയിട്ടാണ്? പൈസ ആക്ച്വലി ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾക്ക് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നതായാലും നമ്മൾക്ക് ഒരു എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ ആ എക്സ്പെൻസ് നമുക്ക് കിട്ടിയാലേ കുറച്ചുകൂടെ അടുത്തതിലേക്ക് പോകാനും കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും പൈസ ഒരു ഈടാക്കുന്നതാണ് ആയിരിക്കും. തീം വൈസ് എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. സയൻസ് ഫിക്ഷൻ നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ നാടകം ആദ്യമായിട്ടായിരിക്കും. ഒരു മാർവൽ സിനിമ കാണുന്നത് പോലെ ഒരു തീമിനപ്പുറം, അതായത് കുറച്ചുകൂടെ ഇത് കൂടെ നമ്മൾ സയൻസ് ഫിക്ഷൻ നമ്മള് ലിറ്റററി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഈ ഭൂമിയിലുള്ള കാര്യം പറയാൻ ലിറ്റററി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും ഇത് കുറച്ചുകൂടെ റിയലിസ്റ്റിക്കലി സയന്റിഫിക് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു, അതുകൊണ്ടാണ് സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ എന്നുള്ളത്. ലിറ്റററി ഡിവൈസ് അല്ലാതെ ശരിക്കുമുള്ള സയന്റിഫിക് കോൺസെപ്റ്റുകൾ ഉപയോഗിച്ച് കഥ പറയുന്നത് ഉപയോഗിക്കുന്നുണ്ട്. LED ബോർഡാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം പ്രൊജക്ഷൻ ടെക്നോളജി ആയിരുന്നു ഉപയോഗിച്ചത്. അപ്പൊ കുറച്ചുകൂടെ പക്ഷെ അതിന്റെ എന്താ പറയാ, പ്രൊജക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് സ്റ്റേജിലുള്ള ലൈറ്റും ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ LED ബോർഡിലേക്ക് മാറ്റി. സിനിമയിലേക്ക് പോകാൻ എനിക്ക് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു സ്റ്റേജില് ഇത്രയും സ്പേസ് കൊണ്ടുവരാനും ഒരു ഏലിയൻസിനെ കൊണ്ടുവരാനുള്ള ചാലഞ്ചിന് അത്ര സിനിമയിലില്ല. അതായത് കുറച്ചുകൂടെ കുട്ടികൾക്ക് സിനിമ കാണാം, സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു വേറൊരു ആസ്വാദനമാണ്. പക്ഷെ അവരുടെ തൊട്ടു മുന്നിൽ ഒരു ഏലിയൻ ഉണ്ട്, അവർക്ക് എന്താ പറയുക, ഒരു 5 അടി അപ്പുറത്ത് കളിക്കുന്ന ഒരു കാര്യം കണ്ട് ആസ്വദിക്കുന്നതിന്റെ അത്ര സിനിമ കാണുമ്പോൾ വരില്ലാന്ന് എനിക്ക് തോന്നുന്നു. അതായത് പ്രത്യേകിച്ച് ഏലിയനും കാര്യങ്ങളൊക്കെ ഈ ഒരു സയൻസ് ഫിക്ഷൻ സംഭവം എന്തായാലും സിനിമ കാണുമ്പോൾ ഒരു നമുക്കറിയാം, അവിടെ ചിലപ്പോൾ VFX ആയിരിക്കും, അല്ലെങ്കിൽ ക്യാമറയുടെ കാര്യങ്ങൾ ഉണ്ടാവും ഒക്കെ. പക്ഷെ ഒരു VFX ഒന്നും ഇല്ലാണ്ട്
പച്ചയായ മനുഷ്യർ അവരുടെ മുന്നിൽ കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആസ്വാദനം അതൊന്ന് വേറെ ആയിരിക്കും. പ്രത്യേകിച്ച് സയൻസ് ഫിക്ഷനും ഇതുപോലെയുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൺമുന്നിൽ കാണാൻ. അതുകൊണ്ട് സിനിമ ചെയ്യാൻ ഇത് കുറച്ചുകൂടെ സിനിമ ചെയ്യാനുള്ള ഒരു കഥയാണ്. മറിച്ച് സിനിമ ഒരു വെബ് സീരീസ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്രയും കണ്ടന്റ് ഉള്ള ഒരു കഥയാണ്. പക്ഷെ അതിനെ സ്റ്റേജിലേക്ക് എടുക്കുന്നതിന്റെ ഒരു ചാലഞ്ച് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അത്ര റിയലിസ്റ്റിക് ആയിരിക്കും എന്താ പറയുക? അത്ര റിയലിസ്റ്റിക് ആയിരിക്കും അല്ല, അത് റിയലിസത്തിലല്ല നമ്മൾ ഈ കുട്ടികളെ പ്രസിദ്ധിക്കാൻ നോക്കുന്നത്. മറിച്ച് ഫാന്റസി ചിന്തിപ്പിക്കുന്ന പോലെ ചോദിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതിലാണ്. അതായത് എക്സാക്ട്ലി റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നതിലല്ല. അതായത് അങ്ങനെ നമുക്ക് നാടകം എന്തായാലും എത്ര റിയലിസ്റ്റിക് ആക്കാൻ നോക്കുന്നോ അത്രയും നമ്മൾ ഫെയിൽ ആവും. കാരണം നമുക്കറിയാം എല്ലാവരും വേഷം കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. സിനിമയ്ക്ക് ഇല്ലാത്തൊരു സംഭവമാണ്. അതായത് നമുക്ക് സ്റ്റേജിൽ ഇൻ ദി എൻഡ് എല്ലാവരും ആക്ടേഴ്സ് ആണ്, എല്ലാവരും അഭിനയിക്കുകയാണെന്ന് അറിയും. അപ്പൊ നാടകം എത്ര റിയലിസ്റ്റിക് ആക്കാൻ നോക്കുന്നോ അത്രയും നമ്മൾ ഓഡിയൻസിന്റെ ആകലും. അപ്പോ നാടകത്തിന്റെ ഡിവൈസസ് ഉപയോഗിച്ച് പക്ഷെ കുട്ടികൾക്ക് റിയലിസ്റ്റിക് ആയി തോന്നുന്ന രീതിയിലുള്ള ഡിസൈനാണ്. തിയേറ്ററിക്കൽ ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ടിക്കറ്റ് നിരക്കിനെ കുറിച്ച് ശ്രീരാജ് നമ്മളിപ്പോ 299 499 ഉള്ള 2 തരത്തിലാണ് ടിക്കറ്റിംഗ് ചെയ്തിരിക്കുന്നത്, പ്രൈസിങ് ചെയ്തിരിക്കുന്നത്, ഗോൾഡും ഡയമണ്ടും. അപ്പോ നാടകം ഇൻ എസെൻസ് ഏറ്റവും ഉന്നത കാണുന്നവർക്കാണ് ഏറ്റവും നല്ല അനുഭവം വരിക എന്നാണ് എല്ലാവരുടെയും കാഴ്ചപ്പാട്. അതുകൊണ്ട് മുന്നിലുള്ളവർക്ക് 499, 500 അത് കുറച്ച് സീറ്റ്സ്, ബാക്കിയുള്ളവർക്ക് 299 ഉള്ള രീതിക്കാണ് ഓപ്ഷൻ. നേരിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഓഫ്ലൈൻ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതില് നമ്മൾ വിഷ്വൽ മീഡിയയിലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ QR കോഡ്സ് ഉണ്ടാവും, ലിങ്ക് ഉണ്ടാവും. ബുക്ക് മൈ ഷോയിലൂടെയാണ് നമ്മൾ പ്രൈമറി ടിക്കറ്റ് സെല്ലിംഗ് എല്ലാം നടക്കുന്നത്. ഗോപാലൻ സാർ എങ്ങനെ എത്തിയതെന്ന് എനിക്ക് പറയാം. അപ്പൊ ഞങ്ങള് ഇതൊരു കുട്ടികളുടെ വർക്ക്ഷോപ്പ് പ്രൊഡക്ഷൻ ആയിട്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം 2025 കുട്ടികളുടെ വേനൽക്കാല അവധി വർക്ക്ഷോപ്പിലാണ് നമ്മൾ ഈ നാടകം ചിട്ടപ്പെടുത്തിയത്. അപ്പൊ അന്ന് വിഷ്ണു പറഞ്ഞതുപോലെ പ്രൊജക്ഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ മാപ്പിംഗ് ഉപയോഗിച്ചുള്ള ടെക്നോളജി ഉപയോഗിച്ച് നമ്മളൊരു പരീക്ഷണമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഓൾമോസ്റ്റ് 20% മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങളുടെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഞങ്ങൾക്ക് നോക്കി പഠിക്കാൻ ഒരു ഇതില്ലാതിരുന്നത് കൊണ്ടും ഞങ്ങളുടെ പരിമിതികൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് ചെയ്യാൻ. അന്ന് ഞങ്ങളത് പാലക്കാട് ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ നമ്മുടെ സ്റ്റേജിൽ നമ്മളത് ഓഡിയൻസിന് കൊടുത്തു. അന്ന് ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് മുന്നോട്ടൊരു വലിയ സ്കെയിലിൽ കൊണ്ടുപോയത്. അതിന്റെ സാധ്യതകൾ ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ ഞങ്ങൾ മീറ്റ് ചെയ്തു. ഈ പറയുന്ന കോർപ്പറേറ്റ്സ് എന്ന് പറയുന്ന അവരുടെ നമ്മൾ പോയി. പക്ഷെ അവിടെ നിന്നെല്ലാം ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് മാത്രമാണ് അവരുടെ കാഴ്ചപ്പാടുകൾ ഞങ്ങളിലേക്ക് എത്തിയത്. അപ്പൊ ഞങ്ങളെ കൊണ്ട് അവർക്ക് എന്ത് പ്രോഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നാടകം കൊണ്ട് അവർക്ക് എങ്ങനെ ലാഭം ഉണ്ടാവും എന്ന് നോക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഗോപാലൻ സാറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് മേടിച്ചു. എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ ഗോപാലൻ സാറിനെ കണക്ട് ചെയ്തു. ഞങ്ങൾ ആദ്യം സംസാരിച്ചപ്പോ തന്നെ ഞാൻ ഈ ഒരു ആവശ്യം ഇങ്ങനെ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് ഉണ്ട്, കുട്ടികളുടെ നാടകമാണ്. ഗോപാലൻ സാർ ഒരുപാട് ആഹ്ലാദത്തോടെയാണ് ഞങ്ങൾക്ക് റെസ്പോൺസ് തന്നത്. ഞങ്ങൾ പോയ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു റെസ്പോൺസ് ആയിരുന്നു ഗോപാലൻ സാറിന് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ സാർ നമുക്കൊന്ന് നേരിട്ടിരുന്ന് സംസാരിക്കണം എന്ന എൻ്റെ ഒരു ആവശ്യപ്രകാരം സാർ വരാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്ന് ഞങ്ങൾ എന്താണോ ചെയ്തു വെച്ചത് അത് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. സാർ ഇതാണ് ഞങ്ങൾ ചെയ്തു വെച്ച പ്രോജക്റ്റ്. പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ നിന്നും കുറച്ചും കൂടെ വലിയ ക്യാൻവാസിലേക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിനുള്ള ടീമും ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സാമ്പത്തികമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു, ഞാൻ വരാം, ഞാൻ കാണട്ടെ, നിങ്ങൾ ചെയ്തു വെച്ചത് ഞാൻ നേരിട്ട് കാണട്ടെ എന്ന ആവശ്യപ്രകാരം ഞങ്ങൾ പാലക്കാട് തന്നെ സാർക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ഷോ നടത്തുകയുണ്ടായി ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ.
സാർ പറഞ്ഞ ദിവസം തന്നെ വന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തു വെച്ചത് എന്താണോ അത് ഞങ്ങൾ സാർക്ക് കാണിച്ചു കൊടുത്തു. അത് കണ്ടതിൽ നിന്നും സാർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കുട്ടികൾ കാണണം. സാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് ഒരുപാട് കുട്ടികൾ കാണണം, കുട്ടികളിലേക്ക് എത്തണം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി സാർ പറഞ്ഞു, ഞാൻ സഹായിക്കാം, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് ഞാൻ നിങ്ങൾക്ക് സഹായിക്കാം എന്നുള്ളൊരു ഞങ്ങൾക്ക് കിട്ടിയ ഒരു ബാക്ക് ബോൺ ആണ് വോളൻസ്. അങ്ങനെ ഒരുപാട് മീറ്റിങ്ങുകൾക്ക് ശേഷം സാർ ഒരുപാട് സജഷൻസും ഒപ്പീനിയൻസും തന്നു. അത് ഞങ്ങൾ സ്വീകരിച്ചു. അങ്ങനെയാണ് ഇതൊരു വലിയ പ്രൊഡക്ഷൻ ആയിട്ട് ഇപ്പൊ എത്തി നിൽക്കുന്നത്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോജക്റ്റ് നടന്നത് തന്നെ ഗോപാലൻസർ ഞങ്ങളുടെ ടീമിലേക്ക് വന്നത് കൊണ്ട് മാത്രമാണ്. ഞങ്ങൾക്ക് ഇനിയും, അതായത് ഇതൊരു ലോഞ്ച് ഷോ അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ഷോ ആയിട്ട് നിൽക്കാതെ നിങ്ങൾക്ക് ഇത് ഒരുപാട് സ്കൂളുകളിലും അല്ലെങ്കിൽ ഒരുപാട് സാറുടെ ഒരു ആഗ്രഹം പോലെ ഒരുപാട് കുട്ടികളിലേക്ക് ഞങ്ങൾക്ക് ഇനിയും എത്തണം. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ഒരു ലോഞ്ച് ഷോ ഈ 2 ദിവസം നടക്കുന്നത്. നമ്മൾക്കൊരു ഇനോഗ്രേഷൻ ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് പോപ്പുലർ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിയമസഭ രൂപീകരണ സമയമായതുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ തന്നെ MLA ആയ രമേശ് പിഷാരടിയുമായി ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ ഈ ഒരു പറയുന്ന അവരുടെ ഒരു ടൈറ്റ് സ്കെഡ്യൂൾ കാരണം ഞങ്ങളിപ്പോ ബ്ലോക്കിലാണ്. അതായത് ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ നിയമസഭ നടക്കുന്നത് കാരണം എല്ലാവരും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ്, എല്ലാവരും ട്രിവാൻഡ്രത്താണ്. അപ്പൊ ഞങ്ങൾ അതൊന്നും ഫിഗർ ഔട്ട് ചെയ്യുന്നതേ ഉള്ളൂ.